നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ IPL ചെയർമാൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ആവർത്തിക്കുകയാണ്. ആസ് ഓഫ് നൗ ഗെയിം ഈസ് ഓൺ. അപ്പോൾ ഇതുവരെയുള്ള വിവരങ്ങളനുസരിച്ച് കളി തുടരും, IPL തുടരും. ഇനി അതല്ല മറ്റെന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ സംസാരിക്കാം. അല്ലാതെ പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന സമയമാണ്. നമ്മളതിൻ്റെ ചുവട് പിടിച്ച് പോവേണ്ടതില്ല. ഒഫീഷ്യലായിട്ട് എന്ത് പറയുന്നു അത് നമ്മൾ ചർച്ച ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഒരു തീരുമാനം. അല്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കേണ്ട ഒന്നല്ല എന്ന കൃത്യമായ വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലത്തെ കളി സമനിലയായല്ലോ. സമനിലയല്ല, അബാൻഡൻ ചെയ്തു. സമനിലയായിട്ടാണോ പോയിൻ്റ് വീതം വെക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. ഈ കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ IPLൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുവരെ ഇന്നലത്തെ കളിയുടെ ഓരോ പോയിൻറ്റുകൾ DC-ക്കും PBKSനും ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. PBKSന് സ്റ്റിൽ അവർ കാണിക്കുന്നത് 11 കളി 15 പോയിൻ്റ് എന്നും DC-ക്ക് സ്റ്റിൽ കാണിക്കുന്നത് 11 കളി 13 പോയിൻ്റ് എന്നുമാണ്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ പല സുഹൃത്തുക്കൾക്കും ഉണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം അത് കാണുന്നുണ്ട്. അതിൻ്റെ പോയിൻ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ശരിയാണ്. പക്ഷേ ഈ കളി വീണ്ടും നടത്തുമെന്ന് നമുക്ക് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. പോയിൻ്റുകൾ ഇരു ടീമും വീതം വെക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ തന്നെ ആയിരിക്കും വരിക. ഇനി അതല്ലെങ്കിൽ മറിച്ച് വന്നാൽ നമുക്കപ്പോൾ അത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 16 പോയിൻറ്റിലേക്ക് PBKS എത്തുകയും 14 പോയിൻറ്റിലേക്ക് DC എത്തുകയും ചെയ്യും. ഇന്നലത്തെ കളിയിൽ ഓരോ പോയിൻ്റ് വരികയാണെങ്കിൽ. അപ്പോൾ ഇവിടെ പ്ലേ ഓഫ് സെനാരിയോ വലിയ രൂപത്തിൽ കോംപ്ലിക്കേറ്റഡായി മാറിയിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് നമ്മളെല്ലാ ടീമിൻ്റെയും പ്ലേ ഓഫ് സെനാരിയോ വളരെ കൃത്യമായി വ്യക്തമായി അനലൈസ് ചെയ്തിരുന്നു, സമ്പൂർണ്ണമായിട്ടുള്ള അനാലിസിസ്. പക്ഷേ ഇപ്പോൾ സാഹചര്യം വീണ്ടും മാറുകയാണ്. ഇങ്ങനെ ഒരു പോയിൻ്റ് വീതം വെപ്പ് നടക്കുകയാണെങ്കിൽ പിന്നെ ചിലർക്ക് അത് അനുകൂലമായ രൂപത്തിൽ വീണ്ടും വാതിലുകൾ തുറക്കുന്നു. അതേ നമുക്കിവിടെ പറയേണ്ടതുള്ളൂ. കാരണം മറ്റു ടീമുകളുടെ ഒന്നും ഇപ്പോൾ അത്രയധികം ബാധിക്കുന്നില്ല. ബാധിക്കുന്ന ടീമുകളുടെ മാത്രം നമുക്ക് പറഞ്ഞു പോകാം. ഞാൻ വിചാരിക്കുന്നത് DC എന്തൊരു ലക്കിയാണ്. DC അവരുടെ ടീമിൻ്റെ ഫോം ഈ ലേറ്റർ സ്റ്റേജിൽ നഷ്ടപ്പെട്ടു. പല കീ പ്ലെയേഴ്സിൻ്റെയും മൊമെൻ്റം നഷ്ടപ്പെട്ടു. വല്ലാതെ കഷ്ടപ്പെടുന്നൊരു സമയം. ആ സമയത്താണ് SRHുമായിട്ടുള്ള കളി മഴ പെയ്തു പോയത്. 133 റൺസ് മാത്രമാണ് DC അടിച്ചിരുന്നത്. SRH അത് മറികടക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. പക്ഷേ മഴ പെയ്തു പോയി. DC-ക്ക് അവിടെ ഒരു പോയിൻ്റ് കിട്ടി. PBKSുമായിട്ട് ഇന്നലത്തെ കളി 10 ഓവറിൽ 122 റൺസാണ് PBKS അടിച്ചെടുത്തത്. അതേ പോക്ക് പോവുകയാണെങ്കിൽ അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരുന്നു. ആ ഘട്ടത്തിലാണ് ലൈറ്റ് ഫെയിലിയർ കാരണം, പവർ സപ്ലൈ ഫെയിലിയർ കാരണം മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നത്. ഔദ്യോഗിക ഭാഷ്യം അതാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് പറയാനും കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ അവിടെയും DC-ക്ക് സ്വാഭാവികമായിട്ടും പോയിൻ്റ് വീതം വെപ്പ് നടക്കുമ്പോൾ ഒരു പോയിൻ്റ് കിട്ടും. സോ അവർ എത്ര ലക്കിയാണ് അതാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. ഇനി ഇതുണ്ടാക്കുന്ന ഒരു മാറ്റം, പ്ലേ ഓഫ് സെനോറിയയിൽ ഇതുണ്ടാക്കുന്ന മാറ്റം തീർച്ചയായിട്ടും KKRന് അപ്രതീക്ഷിതമായിട്ട് ഒന്നുകൂടി വാതിൽ തുറക്കപ്പെടുകയാണ്. കാരണം ഇപ്പോൾ GT, RCB, PBKS ടീമുകൾ 16 പോയിൻറ്റിൽ നിൽക്കുകയാണല്ലോ. MIക്ക് 14, ഇപ്പോൾ DC-ക്ക് ഒരു പോയിൻ്റ് കിട്ടുകയാണെങ്കിൽ DC-ക്ക് 14. അപ്പോൾ 4-5 സ്ഥാനങ്ങളിൽ അവരവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റിൽ ഒരു സ്പോട്ട്, കാരണം KKRന് മാക്സിമം 15 പോയിൻറ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. സ്റ്റിൽ ഒരു സ്പോട്ട് അവിടെ ഓപ്പണായിട്ട് കിടക്കുകയാണ്, 4ാമത്തെ സ്പോട്ട്. അപ്പോൾ അതിൽ എന്തും സംഭവിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബട്ട് അതിലൊരു കളി എന്ന് പറഞ്ഞാൽ ഇപ്പം MIയുടെ ഒരു കളി, അടുത്ത കളി വരുന്നത് PBKSനെതിരെയും മറ്റൊരു കളി DC-ക്കെതിരെയുമാണെന്ന് നോക്കുക. അപ്പോൾ ആ കളിയിൽ MI DC-ക്ക് മേൽ വിജയിക്കുകയോ അല്ലെങ്കിൽ DC MIക്ക് മേൽ വിജയിക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ KKRന് വലിയ പ്രതീക്ഷയ്ക്ക് അപ്പോഴും വകയില്ല. എന്നാലും ഒരു സ്ലൈറ്റ് സ്റ്റോപ്പ്, ഇനിയിപ്പോൾ ഇതേപോലെ മഴ പെയ്തു പോവുകയോ കളി നോ റിസൾട്ടായിട്ട് വരികയോ ഒക്കെ ചെയ്താലോ എന്നുള്ള വളരെ 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 സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഹോപ്പ് അവർക്കവിടെ ഉണ്ടാവാൻ ഇന്നലത്തെ കളി ഈ ഒരു വീതം വെപ്പ് കാരണമായിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. എന്തായാലും ഇനി ഇവരുടെ ഈ 2 ടീമുകളുടെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഇന്നലത്തെ PBKSൻ്റെയും DC-യുടെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള ഒരു മാറ്റം ഇപ്പോൾ നോക്കുക. PBKSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലേ ഓഫ് പാത്ത് സ്ട്രൈറ്റ് ഫോർവേഡ് ആവുകയാണ്. അവരുടെ ഇനിയുള്ള 2 മത്സരങ്ങളും അവർക്ക് വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അവർക്ക് 20 പോയിൻറ്റിലേക്ക് എത്താൻ പറ്റും. ഈവൻ ടോപ്പ് 2 ഫിനിഷ് പോലും അവർക്ക് പോസിബിളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ
ഒരു കളി വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പ്ലേ ഓഫ് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാം. 2 കളി വിജയിക്കുകയാണെങ്കിൽ ഈവൻ ടോപ്പ് 2 സ്പോട്ട് പോലും അവർക്ക് സാധ്യമാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഓൾറെഡി ഈ ഒരു ടോപ്പ് 2വിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിലുണ്ട് എന്നുള്ളത് കൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. എങ്കിലും ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തു പോവുക, ടോപ്പ് 2 എന്നുള്ള ലക്ഷ്യം വെക്കാൻ PBKസിന് സാധിക്കും. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ട്രിക്കിയർ സ്പോട്ടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ഇനിയുള്ള 2 മത്സരങ്ങൾ അവർ വിജയിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് 18 പോയിൻറ്റിലേക്കാണ് എത്താൻ പറ്റുക. ആ ഒരു 18 പോയിൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് പ്ലേ ഓഫ് സാധ്യമാവേണ്ടതാണ്. എന്നാൽ അവരുടെ കറണ്ട് റൺ റേറ്റ് +0.362 ആണ്. അത് ഒരു പക്ഷേ ഇനി 4ാമത്തെ സ്പോട്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള മത്സരമാണ് വരുന്നതെങ്കിൽ ഒരല്പം കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു സിംഗിൾ വിൻ മാത്രമാണെന്ന് വെക്കുക, 2 കളികളിൽ 1 മാത്രമാണ് വിജയിക്കുന്നത് നോക്കുക. അപ്പോൾ ഒരു 16 പോയിൻറ്റിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ ഹെവിലി മറ്റ് മത്സരങ്ങളുടെ റിസൾട്ടിനെ അവർ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഒരു സെനാരിയോയിൽ ഇന്നലത്തെ ഈ ഒരു സമനില അല്ലെങ്കിൽ പോയിൻ്റ് വീതം വെപ്പ് നടക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കണം, ഇപ്പോൾ ഇന്നലെ വിജയിക്കുകയാണ് PBKS എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ PBKS 17 പോയിൻറ്റോടെ 1ാം സ്ഥാനം അങ്ങ് ഉറപ്പിച്ചിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ 1ാം സ്ഥാനം ലീഗ് അവസാനിക്കും ഉറപ്പിച്ചു എന്നല്ല, ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർ 1ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ടാകും. അതാണ് അവിടെ തടയപ്പെട്ടിട്ടുള്ളത്. DCയെ സംബന്ധിച്ചിടത്തോളം തോറ്റിരുന്നെങ്കിൽ 13 പോയിൻറ്റിൽ സ്റ്റെക്കായി പോയേനെ. അവിടെ നിന്ന് അവർക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടാവുകയാണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ വെർച്വലി ഓരോ മത്സരങ്ങളും ടോപ്പ് 4നായിട്ടുള്ള ഓരോ മത്സരങ്ങളും നോക്കൗട്ട് എന്ന രൂപത്തിലേക്ക് മാറുന്ന ഘട്ടത്തിലേക്കാണ് IPL എത്തിയിരിക്കുന്നത്. നിലവിൽ IPL മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റെന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.